ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് സ്വീറ്റ് ഇറാനി പോള. ഇതിന് മധുര പോള എന്ന് പറയും. ഒന്നും ഉണ്ടാക്കാൻ അറിയാത്തവർക്ക് പോലും വളരെ ഈസിയായി ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണിത്. ഏതാണ്ട് ഒരു ചട്ടിപ്പത്തിരി മോഡൽ, എന്നാൽ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 10 സ്ലൈസ് ബ്രെഡ് സൈഡ് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 5 മുട്ട, 6 ടേബിൾ സ്പൂൺ ഷുഗർ, 4 ഏലക്ക, കുറച്ച് കാഷ്യൂവും കുറച്ച് റൈസിൻസും, പിന്നെ തേങ്ങ ഓപ്ഷണലാണ്, യാതൊരു നിർബന്ധവുമില്ല. തേങ്ങ ഇല്ലെങ്കിലും നല്ല സോഫ്റ്റും ടേസ്റ്റി ആയിരിക്കും. പിന്നെ 1 കപ്പ് പാലുമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു മിക്സി എടുത്ത് അതിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചിട്ട് ഒരു നുള്ളി ഏലക്ക പൊടിച്ചതും 3 ടേബിൾ സ്പൂൺ ഷുഗറും 1 കപ്പ് പാലും ഒഴിച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ബീറ്റ് ചെയ്ത പാലും മുട്ടയും നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. നമുക്ക് മാറ്റി വെച്ച ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനു വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കാഷ്യൂവും റൈസിൻസും ഇട്ട് നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി അതിലോട്ട് കുറച്ച് തേങ്ങയും 1 ടീസ്പൂൺ ഷുഗറും ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് ബ്രൗൺ നിറമാകുന്നത് വരെ റോസ്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കി 2 മുട്ട കൂടി 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു നുള്ള ഏലക്കാപ്പൊടിയും കൂടി ഇട്ടിളക്കി പാനിലൊഴിച്ച് ഒന്ന് ചിക്കിയെടുക്കാം. ഇനി നമുക്ക് മധുരപ്പോള തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു സോസ് പാനിൽ 2 ടീസ്പൂൺ നെയ്യ് പുരട്ടി ചൂടാക്കിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത ബാറ്ററിലോട്ട് ബ്രെഡ് സ്ലൈസസ് ഓരോന്നായി കുതിർത്തിയെടുത്ത് പാനിലോട്ട് വെക്കാം. ശേഷം കൈകൊണ്ട് എല്ലാ ഭാഗത്തും നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മിക്സ്ചർ ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിൽ നിന്നും കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ശേഷം ബാക്കി വന്ന ബ്രെഡ് സ്ലൈസസ് കൂടി ഇതിൻ്റെ മേലെ വെച്ച് കൈകൊണ്ട് നന്നായി പ്രസ് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കി വന്ന ബാറ്റർ ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഗ്യാപ്സൊക്കെ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. ഇനി നമ്മൾ മാറ്റി വെച്ച ബാക്കി മിക്സ്ചറും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് ഒന്നുകൂടെ ലെവലാക്കിയതിൻ്റെ ശേഷം മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിനെ വേറെ പാനിലോട്ട് മറിച്ചിട്ട് ഒരു 5 മിനിറ്റ് കൂടി ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സ്വീറ്റ് ഇറാനി പോള തയ്യാറായിട്ടുണ്ട്. തണുത്തതിന് ശേഷം നമുക്കിതിനെ മുറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങളിതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്, ഒരിക്കലും ഫ്ലോപ്പ് ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു ഹെൽത്തി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വരാം. അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ബൈ ഫ്രം ഷെറിൻ.